ഒന്നാമത്തെ കാര്യം ഈ ലോട്ടറി എടുക്കുന്നതെന്ന് സാധാരണക്കാരാണ്, പണിക്കാരാണ് ലോട്ടറി എടുക്കുകയുള്ളൂ, കൂലിപ്പണിക്കാർ. അതായത് അവർ ഒരു 100-100 രൂപ മുടക്കി ടിക്കറ്റ് എടുത്തിട്ട് അവർക്ക് വൈകിട്ട് വരുമ്പോൾ 5000 കിട്ടുമെന്ന്, 5000 എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. 5000 കിട്ടുവാണെങ്കിൽ അവരുടെ കാര്യം നടക്കില്ലോ എന്നിടത്ത് അവർ 100-300 രൂപയ്ക്ക് 500 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നവരുണ്ട്. പക്ഷേ അവർ വന്നിട്ട് വൈകിട്ട് വന്നിട്ട് നമ്മളെത്തിരി പറയുക. കച്ചവടത്തെ ബാധിച്ചായിരുന്നു, ഇപ്പം പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. പഴയതിലും നല്ല കച്ചവടം ഇപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ അദ്ദേഹം ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് കേൾക്കാതെ ഇത് ലാഭങ്ങൾ നോക്കാതെ, ലാഭം നോക്കിക്കഴിഞ്ഞാൽ നഷ്ടമാണ്, ആ ലാഭം നോക്കാതെ ഇതുപോലുള്ള ഞങ്ങളെപ്പോലുള്ള ചെറുകിട കച്ചവടക്കാർ ജീവിക്കാനുള്ള കച്ചവടം നടത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. അതിന് കാരണങ്ങളുണ്ട് രാഷ്ട്രീയമായ. അതാ ഞാൻ പറയാം, രാഷ്ട്രീയത്തെ കുറ്റം നമ്മൾ പറയില്ല, രാഷ്ട്രീയത്തെ കുറ്റം പറയത്തില്ല. നമ്മളെ തലമുറ മാറുന്തോറും നമ്മൾ അതുപോലെ ചിന്തിക്കുക. ഇനി ഒരു ആക്ക് വോട്ട് കൊടുക്കല്ലേ, രാജഭരണം വരിക. ഇതിനകത്ത് ഞാൻ കണ്ടതാ രാജഭരണം വരിക. ഇതിനകത്ത് ഇപ്പൊ അച്ചുമാമ മരിച്ച്, അച്ചുമാമ ഇരുന്നപ്പോ നല്ലൊരു വ്യക്തിയായിരുന്നു, ഉമ്മൻചാണ്ടി സാറ് നല്ലൊരു വ്യക്തിയായിരുന്നു. ഇപ്പൊ ഇരിക്കുന്ന പിണറായി ഇല്ലേ, എന്താ വ്യക്തി. ഞാൻ മോദം എന്നെ നാളെ കൊന്നാലും കുഴപ്പമില്ല. അച്ചുമാമ നല്ല വ്യക്തിയായിരുന്നു, പിണറായി നല്ല വ്യക്തിയായിരുന്നു. ഇപ്പൊ ഇരിക്കുന്ന പിണറായി എന്തോ ആണ്, ഉമ്മൻചാണ്ടിയെ പോലെ. കിട്ടുവാണെങ്കിൽ തന്നെ ഒരു 100 രൂപ കുറഞ്ഞൊന്നും അത് കൂടുതലൊന്നും കിട്ടാറില്ല. പ്രൈസ് കൂട്ടിയെന്ന് പറഞ്ഞിട്ട് എവിടെ പ്രൈസ് എവിടെ കൂട്ടി, പറച്ചിലുള്ളത് ഇവിടെ കിട്ടാറില്ല. സമ്മാനത്തിന് തൂക്ക് കൂട്ടിയില്ലേ? അതുകൊണ്ട് തന്നെയല്ലേ ഇവിടെ സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്ന ഒരു 5000 രൂപ. 5000 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാർ ലോട്ടറിയുടെ വില കൂട്ടിയതിന് ശേഷം അത് കച്ചവടത്തെ ബാധിച്ചോ, അത് സാധാരണക്കാരെ എങ്ങനെ ബാധിച്ചു എന്ന് നമുക്ക് നേരിട്ട് അവരിൽ നിന്ന് തന്നെ അറിയാം. ചേട്ടാ, ലോട്ടറിയുടെ വില കൂടി ഇത് കച്ചവടത്തെ ബാധിച്ചോ? കച്ചവടത്തെ ബാധിച്ചു. എങ്ങനെയുണ്ട്? എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു? എണ്ണം കുറഞ്ഞു. എങ്ങനെയുണ്ട്? ലാഭമുണ്ട് ഇപ്പോൾ? ലാഭമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മോശം, ആളില്ല. വില കൂടിയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെന്ന് പറയാം. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 എണ്ണം എടുത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ 6 എണ്ണം എടുക്കുന്നുള്ളൂ. എണ്ണം കുറച്ചെടുക്കുന്നു. എണ്ണം കുറച്ചു. പിന്നെ ഏതിനൊക്കെ റേറ്റ് കൂടി? എല്ലാത്തിനും റേറ്റ് കൂടി. എല്ലാത്തിനും റേറ്റ് കൂടി. ഈ ദിവസവേതനക്കാർക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ട് തന്നെ. ഞാൻ ആർക്കപ്പോൾ ലാഭം കിട്ടുന്ന ഏജൻസിക്ക് ആയിരിക്കും, അപ്പോൾ വാങ്ങുന്ന ആൾക്കാർക്ക് നഷ്ടമല്ലേ? ഏജൻസിക്കും നഷ്ടമാണ്. ഏജൻസിക്ക് നഷ്ടമാണ്, സർക്കാരിന് മാത്രം ലാഭം. ഞങ്ങളിവിടെ 3-4 സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 സ്റ്റാഫേ ഉള്ളൂ. സ്റ്റാഫുകളുടെ എണ്ണം കുറച്ച് ലാഭമില്ലാണ്ട്. കാരണം റേറ്റ് കച്ചവടം ഇല്ലെങ്കിൽ കടയുടെ വാടക എല്ലാം നഷ്ടത്തിലാണ്. അപ്പോൾ ഇതെങ്ങനെ ഇതിനകത്ത് ലാഭം കിട്ടുന്നത് ഇപ്പോൾ? ഇപ്പം ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ലാഭം എന്ന് പറയാൻ പറ്റത്തില്ല, നഷ്ടത്തിലാണ് പോകുന്നത്. നഷ്ടത്തിലാണ്. അപ്പം മൊത്തത്തിലുള്ള വിലയിരുത്തൽ എങ്ങനെയാണ് ഇപ്പം കൂടിയതിൻ്റെ? പ്രൈസ് തീരെ കുറവ്. 5000 പ്രൈസ് എന്ന് പറയുന്ന പ്രൈസൊന്നും വീഴുന്നില്ല. ഫസ്റ്റ് പ്രൈസ് കൂട്ടിയില്ലേ? ഫസ്റ്റ് പ്രൈസ് ഒരു കോടി എന്ന് പറഞ്ഞാൽ കൂട്ടിയാൽ നമുക്ക് 5000-ൻ്റെ എണ്ണം കൂട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രൈസൊന്നും വീഴുന്നൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് ഒക്കെ കൂട്ടിയുകൊണ്ട് ലാഭമില്ല ഇപ്പോൾ ആൾക്കാർ എടുക്കുന്ന എണ്ണം അത് ഇല്ല. അതിനകത്ത് മരം പേത്തിയിട്ടും വലിയ മെച്ചമില്ല, നഷ്ടത്തിലാണ്. ലോട്ടറി ഇനിയുള്ള കാലത്തിൽ പ്രതിസന്ധിയിലാവുമോ? അത് പ്രതിസന്ധി അങ്ങനെ വരുന്നൊന്നുമില്ല, എന്നാലും നഷ്ടമാണ്. ആദ്യം ബാധിച്ചായിരുന്നു, ഇപ്പം പല സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. കച്ചവടം ഉണ്ടോ ഇപ്പോൾ കുഴപ്പമില്ല, നോർമലി. പ്രൈസിൻ്റെ വ്യത്യാസം. പ്രൈസ് എങ്ങനെയാണ്? 50 പിന്നെ ഭയങ്കരമായിട്ട് കച്ചവടം കുറഞ്ഞിട്ടുണ്ട്, ഭയങ്കരമായിട്ട് കച്ചവടം കുറഞ്ഞിട്ടുണ്ട്. 40 ആൾക്കാർ എടുക്കാൻ വേണ്ടി. അതെ, 40 വരുമ്പോൾ ആൾക്കാർ എടുക്കാനൊരു ഇതുണ്ടായിരുന്നു. 10 രൂപ കൂട്ടി എന്നുള്ളതല്ല, പ്രൈസും ഇല്ല. പ്രൈസ് കുറവാണ്. ഫസ്റ്റ് പ്രൈസ് കൂട്ടിയിട്ടില്ലേ? ഫസ്റ്റ് പ്രൈസ് കൂട്ടി, അത് പക്ഷേ മറ്റേ ചെറിയ പ്രൈസുകളാണല്ലോ കൂടുതൽ ആൾക്കാർ നോക്കുന്നത്. 5000 തൊട്ടുള്ളതാണ് നോക്കുന്നത്. ആരും മേലെ ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്ന് പറഞ്ഞല്ല ടിക്കറ്റ് എടുക്കുന്നത് മെയിനായിട്ട്. എടുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ട്. 12 എണ്ണൊക്കെ സെറ്റായിട്ട് എടുക്കുന്നവർ ഇപ്പോൾ എത്ര വെച്ചൊക്കെ എടുക്കുന്നത്? ഇപ്പം 12 എടുക്കുന്നവരൊക്കെ 2-3 ആക്കി. അത്രയും കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കച്ചവടം നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാരിന് ഇത് നഷ്ടം തന്നെയല്ല അപ്പോൾ ഇത്രയും കച്ചവടം കുറയുന്നത് നോക്കുമ്പോൾ? സർക്കാരിനേക്കാൾ കൂടുതൽ ഞങ്ങളെപ്പോലുള്ള കച്ചവടക്കാർക്കാണ് നഷ്ടം. മുതലാവുന്നുണ്ടോ? അതെ, ഈ ഇതിൻ്റെ വില കൂട്ടിയ പിന്നെ മൊത്തം തകർന്ന് തരിപ്പണമായിരിക്കും. പ്രതിസന്ധിയിലാണ്. ഇത് മാറ്റണമെങ്കിൽ റേറ്റ് പഴയ സ്ഥിതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒത്തിരി മെച്ചപ്പെടും. ആളുകളുടെ എണ്ണത്തിൽ നല്ല കുറവ് വന്നിട്ടുണ്ട്. എടുക്കുന്ന ആൾക്കാർ, ഈ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് 50 രൂപ കൊടുത്തൊക്കെ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു, അവർ എടുക്കുന്ന എണ്ണവും കുറച്ചു. പ്രൈസ് എങ്ങനെയുണ്ട് ഇപ്പോൾ? തീരെ കുറവാണ്, പ്രൈസൊന്നും ഇല്ല. അടിക്കുന്നുണ്ടോ? അതെ, അടിക്ക് തീരെ കുറവാണ്, എണ്ണം കുറച്ചുകൊണ്ട്. കച്ചവടം സാധാരണക്കാരെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ വളരെ മോശമാണ്. ടിക്കറ്റ് എല്ലാ ദിവസവും മിച്ചമാണ്. പ്രൈസ് വളരെ കുറവാണ്. പൈസ കൂട്ടുകയും ചെയ്തു, പ്രൈസ് തീരെയില്ല. അപ്പോൾ സാധാരണ ഡെയിലി നമുക്ക് മിച്ചമാണ്, കച്ചവടം തീരെയില്ല.
ലോട്ടറിയുടെ വില കൂട്ടി, പക്ഷേ എന്നാൽ സമ്മാനത്തുക എന്താ പറയുക, പഴയ 40 രൂപയുള്ള പ്രൈസ് ഇപ്പോൾ ഇല്ല, കൂട്ടിയെന്ന് പറയുന്നുണ്ട്. സാധാരണക്കാരന് അത് കിട്ടുന്നില്ല. അതാണ് ഇപ്പോൾ വെച്ചാൽ എല്ലാവരും നമ്മൾ സ്ഥിരം എടുക്കുന്ന കസ്റ്റമറുണ്ട്, പക്ഷെ അവരൊക്കെ വന്നിട്ട് എന്നും പരാതിയാണ്. നമുക്കിപ്പം എന്താ പറയുക, നിർബന്ധിച്ച് കൊടുക്കാൻ പറ്റുമല്ലോ, പക്ഷെ നമുക്കൊരു എന്താ പറയുക കുറച്ചും കൂടെ ഏകീകരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. റേറ്റ് കൂട്ടിയത് കച്ചവടത്തെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ? എടുക്കുന്നയാളുടെ എണ്ണവും കുറഞ്ഞു. നമുക്ക് എന്താ പറയുക പഴയ പോലെ 1000-600 ടിക്കറ്റ് വിട്ടുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ പകുതിയായി കച്ചവടം. അതെ, അപ്പോൾ ഈ സമയം കഴിയുമ്പോൾ കച്ചവടം മിച്ചം എല്ലാ ദിവസവും മിച്ചം വരുന്നുണ്ട്. എല്ലാ ദിവസവും മിച്ചം വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് മുതലാളി പിന്നെ ഞങ്ങൾ എന്താ പറയുക ഇത് ശീലിച്ചുകൊണ്ട് അങ്ങ് പോകുന്നു. വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് വിൽക്കാതെ വഴിയില്ല, വേറെ വഴിയില്ല. ഞങ്ങൾ കുറേ റേറ്റ് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കുറച്ച് നല്ലതായിരിക്കും. കാരണം സാധാരണക്കാരന് എന്താ പറയുക പ്രൈസും ഇല്ല. അതേപോലെ തന്നെ എന്താ പറയുക ഈ റേറ്റ് ആൾക്കാർ എന്താ പറയുക മടുത്തിട്ടാണ് ഇത് എടുക്കുന്നത്, ഒരു പ്രതീക്ഷയോടെയാണ് എടുക്കുന്നത്. പക്ഷേ അവർക്ക് വൈകിട്ടാകുമ്പോഴത്തേക്കും നിരാശയാണ്. സ്ഥിരം വരെ നമുക്ക് എന്താ പറയുക ഒന്നും പറയാനില്ല, ആൾക്കാരോട് ഒന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത്. സാധാരണക്കാരന് സ്ഥിരം ലോട്ടറി എടുക്കുന്ന ആൾക്ക് ഈ റേറ്റ് കൂട്ടിക്കുന്ന ഒരു ശരിക്കൊരു ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ജോലിയില്ല, ബേസിൽ പണിക്കാരനാണ് ഞാൻ. അവസാനം ലോട്ടറി പരിപാടിയായിരുന്നു. അപ്പോൾ ഈ പുള്ളിയില്ല, ഇങ്ങനെ ഈ സ്റ്റാൻഡ് ടൈം കീപ്പ് ചെയ്യുന്ന ആളാണ്. പുള്ളി പറഞ്ഞു എന്നെ എൻ്റെ പേര് ടോമിന്നാണ്. ഒരു 100 ടിക്കറ്റ് തരാം, വിറ്റു എന്ന് പറഞ്ഞു. 100 ചിലവാകുന്ന മേടിച്ചാന്ന് 100 കൊണ്ട് വിറ്റു. ആരും പൈസ തന്നില്ല. കുറച്ച് പേര് പിടിച്ചോണ്ട് പോയി, കള്ളുകൂടിയന്മാർ. അതായത് ഞാൻ കരഞ്ഞോണ്ട് പുള്ളി എന്നെ അടിച്ചില്ല, ഞാൻ പാവമെന്ന് അടിച്ചോണ്ട് അങ്ങനെ സഹകരിക്കണം. ആ ലോട്ടറി പ്രസിഡന്റ് അതുകൊണ്ട് ഇപ്പോൾ ചോദിച്ചു കൗണ്ടർ ഇട്ട് കണ്ടത്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പുള്ളി പറഞ്ഞു ദോശ ഇതിനുള്ള പൈസ തരാമോ ഒരേ ചോദിച്ചു. അത്ര സഹോദര എൻ്റെ ലോട്ടറിയിൽ പോകും. പിന്നെ പിണറായി വിജയനുള്ളതുകൊണ്ട് എന്നതിലൊക്കെ ആർക്കെങ്കിലൊക്കെ കിട്ടുമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ എനിക്ക് അന്ന് കുറേ ഇവിടെ വയനാട് സ്ഥലമുണ്ടാണ്, വിജയൻ സമ്മതിക്കില്ല. നമ്മളെ രാഷ്ട്രീയ ബേസിൽ പോകുന്നു. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, പക്ഷേ കോൺഗ്രസ് മരിച്ചു പോയി. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയാം. നിങ്ങൾ ഏത് ചാനലാണെന്ന് എന്നാന്ന് എനിക്കറിയാതെ എന്തിനുള്ളതായാലും തുറന്നു കുഴപ്പമുള്ളൂ. ചേട്ടാ, ലോട്ടറിയുടെ വില കൂട്ടി ഇപ്പം കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ടോ? എടുക്കുന്ന എണ്ണത്തെ ബാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട്. അതായത് നമ്മളിവിടെ ഒരു 350-400 ടിക്കറ്റ് വിറ്റുകൊണ്ടിരുന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 200 ടിക്കറ്റ് എടുത്തിട്ട് പോലും തീരുന്നില്ല. അതായത് ഒന്നാമത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അവർ ടിക്കറ്റിന് വില കൂട്ടി 50 രൂപ, അത് ആൾക്കാർ അംഗീകരിക്കുമായിരുന്നു. പക്ഷേ അവർ കൂട്ടിയിട്ട് പ്രൈസും കുറച്ചു. അതായത് ബുധനാഴ്ചത്തെ 50-50ക്ക് 18,500 ഉണ്ടായിരുന്നു, അതിൽ 23,500 ഉണ്ടായിരുന്നു. ഇപ്പം പല പ്രാവശ്യം കൂട്ടിയിട്ടും 18,500 വന്നിട്ടുള്ളൂ. എടുക്കുന്നവർക്കൊന്നും പ്രൈസ് അടിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഈ ലോട്ടറി എടുക്കുന്നതെന്ന് സാധാരണക്കാരാണ്, പണിക്കാരാണ് ലോട്ടറി എടുക്കുകയുള്ളൂ, കൂലിപ്പണിക്കാർ. അതായത് അവർ ഒരു 100-100 രൂപ മുടക്കി ടിക്കറ്റ് എടുത്തിട്ട് അവർക്ക് വൈകിട്ട് വരുമ്പോൾ 5,000 കിട്ടുമെന്ന് 5,000 എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. 5,000 കിട്ടുവാണെങ്കിൽ അവരുടെ കാര്യം നടക്കില്ല എന്നിടത്ത് അവർ 300 രൂപയ്ക്കിട്ട് 500 രൂപയ്ക്കിട്ട് ടിക്കറ്റ് എടുക്കുന്നവരുണ്ട്. പക്ഷേ അവർ വന്നിട്ട് വൈകിട്ട് വന്നിട്ട് നമ്മളെ തെറി പറയുക. എന്ത് തെറി കേൾക്കുന്നുണ്ടെന്ന് പറയുന്നത്. തർമ്മ കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി വന്നു വെച്ചാൽ ടിക്കറ്റ് എടുത്ത് ഇത് തർമ്മം തരുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ടിക്കറ്റ് എടുത്തിട്ട് പോയി. തർമ്മം അവർക്കറിയാം ഇത് എടുത്തിട്ട് കാര്യമില്ല, കാശ് കിട്ടിയാലേ പോവുള്ളെന്നറിയാം. പിന്നെ ഇതങ്ങ് എടുത്ത് കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ളവർക്ക് ഈ സർക്കാരിന് ഏറ്റവും നല്ലൊരു വരുമാന മാർഗ്ഗമാണിത് ലോട്ടറി എന്ന് പറയുന്ന സംഭവം. അത് അവർക്ക് കിട്ടുന്നുണ്ട്. ലോട്ടറി കട അവിടുത്തെ ടിക്കറ്റ് തരുന്നുണ്ടല്ലോ. സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള കച്ചവടക്കാർക്ക് പ്രശ്നം, അതായത് ഹോൾസെയിൽ കടക്കാർ അവർ നമുക്ക് തരുന്ന ടിക്കറ്റ് നമ്മൾ വിറ്റ് തീർന്നാലും തീർന്നില്ല എടുക്കണം. എടുത്തില്ലെങ്കിൽ നാളെ ചെല്ലുമ്പോൾ ടിക്കറ്റ് ഇല്ല, നമ്മൾ തീർന്നില്ല, നമ്മുടെ കാശ് പോകും. ഇവിടുന്ന് 43 ടിക്കറ്റ് വെച്ചോ, അത് അതിനകത്ത് പ്രൈസ് പോലും ആകെ ഇന്ന് അടിച്ചേക്കുന്ന പ്രൈസ് ഉണ്ട്, ഒരു 100 രൂപ പ്രൈസ് അടിച്ചേക്കുന്നത്, ആകെ അടിച്ചേക്കുന്ന പ്രൈസാണ്. ബാക്കി നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കാശ് പോയി. ഇതൊരാൾ ശമ്പളത്തിന് ഇരിക്കുന്നതാണ്, 500 രൂപ ശമ്പളം കൊടുക്കണം, 700 രൂപ കൊടുത്തുകൊണ്ടിരുന്ന നമ്മൾ ആ 40 രൂപ ടിക്കറ്റ് ആയിരുന്നപ്പോൾ ഇഷ്ടംപോലെ ടിക്കറ്റ് ഉണ്ടായിരുന്നു, പ്രൈസും ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, ആൾക്കാരും കുഴപ്പമില്ലായിരുന്നു. 12 സെയിമൊക്കെ വിറ്റ് പോയിക്കൊണ്ടിരുന്ന. ഇപ്പോൾ 12 സെയിം പോയിട്ട് 6 പോലും എടുക്കുന്നവരില്ല. സെയിമൊന്നും ഇല്ല, ഇതുണ്ടല്ലോ ഇവിടെ കിടക്കുന്ന 6 സെയിമൊക്കെ ഉള്ളൂ. 12 സെയിമൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ഒന്നുമില്ല. ഇല്ലെന്നേ, അവരൊക്കെ 1-2 എടുക്കുന്നുള്ളൂ. 12 അതല്ലേ പറഞ്ഞാൽ 6 പോലും എടുക്കുന്നവരില്ല. ഈ പ്രസ്ഥാനം നശിപ്പിച്ച് വളരെ ഭയങ്കരമായിട്ട് നശിപ്പിച്ച് കളഞ്ഞത്, നശിപ്പിച്ച് വെറുതെ ചുമ്മാ ഒരുമാതിരി. അത് 50 രൂപ ആക്കിയെങ്കിൽ ആ പ്രൈസിനകത്തൊക്കെ ഇച്ചിരി വ്യത്യാസം വന്നാൽ കുറേയൊക്കെ മാറ്റം വന്നാനേ. ഇതിപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് കാര്യമിരിക്കുന്നത്. അതൊക്കെ ആരാ നോക്കുന്നത്? ചെറിയ പ്രൈസ് 5,000 ആണ് എല്ലാവരും നോക്കുന്നത്. 5,000 ഈ 50 രൂപയ്ക്ക് 50 വിറ്റുകൊണ്ടിരുന്നതാണ്. അത് 23,500 ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം രണ്ടാമത് കൂട്ടിയിട്ട് പോലും ഇപ്പോഴും 18 ഉള്ളൂ. അന്നിനകത്തും പിന്നെ കുറയ്ക്കുകയതേ, പ്രൈസ് തുക കൂട്ടി പ്രൈസ് കുറച്ചു. പിന്നെ പറയുമ്പം ഫസ്റ്റ് പ്രൈസ് കൂട്ടിയെന്ന് പറയുന്നു. അതൊക്കെ ആരും നോക്കുന്നില്ലെന്നേ. ഇവിടെ വരുന്ന ജനങ്ങൾ സാധാരണക്കാരാണ്. ബസ്സിൽ വരുന്നവർ അവർ സാധാരണക്കാരെ ടിക്കറ്റ് എടുക്കുകയുള്ളൂ. അപ്പോൾ കാശുള്ളവർ ടിക്കറ്റ് എടുക്കത്തില്ല. പിന്നെ അവർ വേണം ചുമ്മാ ഈ നടന്നു പോകുന്നവരുടെയൊക്കെ സഹായത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കണ്ടുകൊണ്ട് ചിലപ്പോൾ ഒരു ടിക്കറ്റ് എടുക്കും. അല്ലാതെ ഈ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർ, ടിക്കറ്റ് എടുക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടെന്നേ. പല സ്ഥലങ്ങളിൽ കൂടെ പോയി ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ എത്രയോ ആൾക്കാർ ഈ ടിക്കറ്റ് എടുത്ത് നശിക്കുന്നു, മുടിയുവാന്നേ.
എന്ത് പേരാ 10,000 3,000 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് ഒന്നുമില്ല. വലിയൊരു കെണിയിലേക്കല്ലേ ഭയങ്കര കെണിയിലേക്കാണ്. നമുക്കിത് ഇട്ടിട്ട് നിർത്തിയിട്ട് പോകത്തില്ല. നമുക്ക് ഇതിന് വാടക കൊടുക്കണം, ശമ്പളം കൊടുക്കണം. ഇതിന് മിച്ചം ഇന്ന് നമ്മൾ ഇന്ന് എത്ര പ്രാവശ്യം ഇത് സഹിക്കും? ഹോൾസെയിൽ കടക്കാർ അവിടെ പോയി ടിക്കറ്റ് എടുക്കുക. അപ്പോൾ ഹോൾസെയിൽ കടക്കാരോട് ഇവർ നേരത്തെ പറയുകയാണ്, അവിടുന്ന് അവർ പറയും നിങ്ങൾക്ക് വേണ്ട ടിക്കറ്റ് നേരത്തെ പറഞ്ഞാൽ പിന്നെ ചോദിച്ചാൽ കിട്ടിയില്ല, അത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടും. അവർ എടുത്തുകൊണ്ട് വരും. എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളെപ്പോലുള്ള സാധാരണ കച്ചവടക്കാർ നിങ്ങൾക്ക് വേണ്ട ടിക്കറ്റ് പറഞ്ഞാലേ ആ ടിക്കറ്റ് സ്ഥിരം എടുത്തോണം. അപ്പോൾ നാളെ ചെന്ന് വെച്ചാൽ ഇന്നിച്ച് കച്ചവടം കുറവാട്ടോ 2 ദിവസത്തിന് വേണമെന്ന് പറഞ്ഞാൽ ആ ടിക്കറ്റേ വരുള്ളൂ. അവർ പിന്നെ നമുക്ക് കൂട്ടിത്തരത്തില്ല. എടുക്കുന്ന ടിക്കറ്റ് സ്ഥിരമായിട്ട് എടുക്കണം. ഒരു ദിവസം വേണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. അവർക്ക് ഒരു 3 രൂപ കമ്മീഷൻ ഉള്ളതിൽ അവർക്ക് വിഷയമില്ല. നമുക്ക് ഇത് തീർന്നില്ലെങ്കിൽ 3 മണിയാകുമ്പോൾ നമ്മുടെ കാശ് പോവുക. സർക്കാരിന് ലാഭമുണ്ട്, ഏജൻസിക്ക് ലാഭമുണ്ട്, ഏജൻസിക്കുണ്ട്, ഏജൻസി കമ്മീഷനുണ്ട്, അവർക്ക് ലാഭമുണ്ട്, അവരുടെ ടിക്കറ്റ് തീരുന്നുണ്ട്. നമുക്ക് ഞങ്ങളെപ്പോലുള്ള സാധാരണ ഇതിനിടയ്ക്ക് നിൽക്കുന്ന സാധാരണക്കാർക്കാണ് വിഷയം. വാങ്ങുന്നവരും അവർ തെറി പറഞ്ഞു വാങ്ങും. അവർ ഇതെടുത്ത് പോകുന്നതിന് സ്ഥിതിക്ക് അങ്ങ് എടുത്ത് പോകുന്നു. പിന്നെ 100 വേറൊരു പെട്ടെന്ന് ഒരു 5,000 കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ അത് അവർ 2 രാവിലെ പണിയാൻ പോകുമ്പോൾ ഈ മഴയും തന്നെ കരിങ്കല് നോക്കുന്നവരൊക്കെ ആയി വന്ന് കൊടുക്കുന്നത്. അപ്പോൾ ആ പോകുന്ന നേരത്ത് ചിലപ്പോൾ കാണുമ്പോൾ നല്ല നമ്പറാന്ന് പറഞ്ഞ് 2 എടുക്കാൻ പറ്റുന്നവൻ 5 കൊടുക്കും. വൈകിട്ട് വന്നിട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല. അവൻ തെറിയും പറഞ്ഞാൽ അതിനകത്തോട്ട് ഇടും. ആ തെറിയെല്ലാം നമ്മൾ കേൾക്കണം. അവർ ഈ ഉദ്യോഗസ്ഥന്മാരോ ഈ ഭരണാധികാരികളോ ഇത് കേൾക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഇപ്പം നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ സർക്കാരല്ലാതെ കൊണ്ട് ഇത് വേറെ ഏതൊരു സർക്കാരാണ് നടത്തുന്നതെന്നുണ്ടായിരുന്നെങ്കിൽ എത്ര പ്രാവശ്യം ഇവിടെ സമരം വന്നാനെ, ഹർത്താൽ വന്നാനെ, എന്തെല്ലാം വന്നാനെ? ഇത് ആർക്കും ചോദിക്കാനില്ല, പറയാനുമില്ല. പ്രതിപക്ഷമില്ല, പ്രതിപക്ഷമില്ലല്ലോ. പ്രതിപക്ഷം ഇത് പട്ടാള ഭരണമല്ലേ? പട്ടാള ഭരണം, ശരിക്കും പട്ടാള ഭരണം. ജനങ്ങൾ മടുത്ത് പൊറുതി മുട്ടി. ഇപ്പോഴും തുടർ ഭരണം വന്നപ്പോഴത്തേനും അവർക്ക് ഇത് വേറെ ആരും ചോദിക്കാനില്ല. ഞങ്ങളിങ്ങനെ ചെയ്യുള്ളൂ. സൗകര്യമുള്ള വന്ന് ചെയ്താൽ മതി. അപ്പോൾ പ്രതിപക്ഷ സത്തയിൽ നമ്മൾ അടുത്ത പ്രാവശ്യം എങ്ങനെ വിശ്വസിച്ച് ഭരണം മാറ്റാൻ പറയും? ഇപ്പം നിലവിലുള്ള പ്രതിപക്ഷത്തിനെ അടുത്ത വർഷം ഭരണത്തിൽ ഏൽപ്പിച്ചാലും അവർ ഇതുപോലെ തന്നെ ഒരു നിസ്സഹകരണമല്ലേ കാട്ടുള്ളൂ? എങ്ങനെ? ഇപ്പോൾ ഓൾറെഡി ഉള്ള പ്രതിപക്ഷമില്ലേ, അവർ ശക്തമല്ലാത്തതുകൊണ്ടാണല്ലോ ഈ പരിപാടിയിലൂടെ നടക്കുന്നത്. അവരുടെ തമ്മിലുള്ള ഗ്രൂപ്പുകളെയും കൊണ്ടാണല്ലോ ഇങ്ങനെ ആകുന്നത്. അവർക്ക് മേലധികാരികളില്ലല്ലോ. അവർക്ക് ഈ അധികാരമോഹം. ഇന്ന് ഇലക്ഷൻ വരുന്നല്ലേ ഉള്ളൂ. ഇപ്പം തന്നെ ആയില്ല കസേരയ്ക്ക് അടിയും വേളും അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നത്. അത് കോൺഗ്രസ്സിന് ആണെങ്കിൽ ജനങ്ങൾക്ക് ഗുണമുണ്ട്. അത് സാമ്പത്തികം വരും, അതിനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ വേറെ കോൺഗ്രസ് വരുമ്പോൾ അതിനകത്ത് വേറെ കാര്യമുണ്ട്. ഈ LDF പ്രതിപക്ഷം വരുമ്പം അവർ സ്ട്രോങ് ആണ്. അപ്പോൾ അവരെന്തെങ്കിലും ചെറിയൊരു കേസ് മതി, അന്നേരം ഹർത്താലോ അല്ല സമരം. പേടിയുണ്ട്. ഇതിപ്പം എന്നെ പ്രതിപക്ഷത്തെ പേടിയില്ല. പുള്ളി പറയുന്നു ഏത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ പ്രതിപക്ഷത്ത് വന്നാലേ കാര്യമുള്ളൂ. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിപക്ഷത്ത് വന്നാലും മറ്റൊരു ഭരിക്കും. അവരെ കൊണ്ട് ഇവർ ഭരിപ്പിക്കും. പ്രതിപക്ഷത്ത് കമ്മ്യൂണിസ്റ്റ് വരുമ്പോൾ, അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പം തെറ്റാന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് അത് ചെയ്താലേ തിരുത്തുള്ളൂ. പക്ഷേ അതിന് പേടിയില്ലെങ്കിലോ, നമ്മൾ വീട്ടിൽ കാരണന്മാരെ പേടിയില്ല, പിള്ളേരെങ്ങനെ പോകും എന്ന് പറഞ്ഞാലോ തന്നെ ജനങ്ങൾ കുറേ വോട്ട് ചെയ്യും. ഇതെല്ലാം ചുമ്മാ എന്നാ കാണിക്കുന്നത്? ചുമ്മാ ജനങ്ങൾ മടുത്ത് ജനങ്ങൾ ആരോട് പറയും? ആരോടെങ്കിലും പറഞ്ഞിട്ട് ഇതിന് എന്തെങ്കിലും തീരുമാനമുണ്ടോ? ഒരു തീരുമാനമുണ്ടോ? കേരളം മുടിഞ്ഞുകൊണ്ടിരിക്കുക. കേരളം കിഴക്കണിക്കണി മുടിഞ്ഞിരിക്കുക. പിന്നെ സർക്കാർ ജോലിക്കാർക്ക് ശമ്പളമുണ്ട്, പെൻഷനുണ്ട്, അവർക്ക് ബോണസുണ്ട്, എല്ലാം ഉണ്ട്. സാധാരണക്കാരായ കുറേ ജനങ്ങളുണ്ട്. അവർ എന്നാ ചെയ്യുന്നത്? ഈ ലോട്ടറി പ്രസ്ഥാനം തന്നെ ഒരു 100 കണക്കിന് ആൾക്കാർ ഇവിടെ തന്നെയാണ്. ഏക്കാമല്ലാത്തവരും ഞാൻ തന്നെ ഇവിടുന്ന്, എനിക്ക് ഹോൾസെയിൽ കടയല്ലേ ഇത്, റീറ്റെയിൽ മാത്രമേ ഉള്ളൂ. ഹോൾസെയിൽ ഉണ്ടായിരുന്നു നന്നായിട്ട്. എന്നിട്ട് വലിയ ഇവിടെ നമ്മൾ വിൽക്കാൻ വന്ന ചോദിച്ചാൽ ഒരു 10 ടിക്കറ്റ് തരാമോ, വിൽക്കാൻ കൊണ്ടുപോയി തരാമോ? അപ്പോൾ അവർ 10 എണ്ണം വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് കാപ്പി പിടിക്കാനുള്ള കിട്ടും. ഇതിലൊക്കെ നടന്ന് വിറ്റോളൂ. അപ്പോൾ അവർക്കൊരു വരുമാന മാർഗ്ഗം. ഒന്നും ചെയ്യാൻ മേലാത്ത പ്രായമായവരുണ്ട്. നല്ലൊരു മാർഗ്ഗമാണ് ഇത്. ശരിക്കും കൊണ്ടുപോയി കഴിഞ്ഞാൽ സർക്കാരിന് ലാഭമാണ്. ഇത് ഈ കച്ചവടക്കാർ, ഞങ്ങളെപ്പോലുള്ള കച്ചവടക്കാർക്ക് ലാഭമാണ്, എടുക്കുന്നവർക്കും ലാഭമാണ്. ഇതൊരു ബിസിനസ് ആക്കിക്കൊണ്ട് നല്ല വരുമാനമുള്ള മാർഗ്ഗമാണ്. ഡെയിലി ഉള്ളതല്ലേ. അത് എടുക്കുന്നവർക്ക് താഴെത്തട്ടിലൂടെ ഇവർ ഈ മുകളിൽ ഇരിക്കുന്നവർ ഇറങ്ങി വരണം, ഇതിനെക്കുറിച്ച് അറിയണം. അല്ലെങ്കിൽ കസേര ഏസിക്കാതിരുന്നാൽ ഇതൊന്നും അറിയാൻ പറ്റത്തില്ല. എന്നിട്ട് അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ കള്ളക്കളികൾ നടക്കുന്നുണ്ടെന്ന് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട്. അതായത് ഈ ലോട്ടറി നറുക്കെടുപ്പ് കമ്പ്യൂട്ടർ സിസ്റ്റമാണ് അല്ലേ? അതൊന്നും ഇപ്പോൾ ഈ ലൈവായിട്ട് കാണിക്കുന്ന പറഞ്ഞാൽ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ല കേട്ടോ. ഇതൊക്കെ നമ്പർ അല്ലാതുകൊണ്ട് ചെയ്യുന്ന, പിന്നെ അവരെ കൊണ്ട് എടുപ്പിക്കുന്നു, കറക്കുന്നു, എടുക്കുന്നു. അതുപോലെ തന്നെ ഈ ലോട്ടറി എടുക്കുന്ന അവിടുത്തെ നറുക്കെടുക്കുന്നിടത്തെ ഉദ്യോഗസ്ഥന്മാർ ഒരു കാരണവശാൽ 6 മാസത്തിൽ കൂടുതൽ അവിടെ ഇരുത്തരുത്. 6 മാസം കൂടുമ്പോൾ അവരെ വേറെ സസ്യയിലേക്ക് വിട്ടിട്ട് അടുത്തയാളെ ഇറക്കണം. അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കാതെ ഈ വലിയ ഏജൻസിയായിട്ട് ഇഷ്ടംപോലെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇഷ്ടംപോലെ ഇവിടെ എല്ലാ ആൾക്കാരെല്ലാം പറയുന്നുണ്ടെന്നറിയോ? അതായത് ഈ 5000 അടിക്കുന്ന ടിക്കറ്റ് ഒന്നും ഇവിടെ കാണാനില്ല. അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇത് വൻകിട ഏജൻസികൾ, വലിയ ഏജൻസികളുണ്ട്, പേര് ഞാൻ പറയുന്നില്ല, വൻകിട ഏജൻസിമാരുടെ പേരിൽ DC അടിക്കുന്നു. DC അടിച്ചിട്ട് അവർക്ക് DC കൊടുക്കുന്നു. ഈ അടിക്കുന്ന ടിക്കറ്റ് അവർ മാറ്റുന്നു. ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അല്ല അടിക്കുന്ന ടിക്കറ്റ് അടുത്തടുത്ത അത് നമുക്ക് നോക്കിയാൽ അറിയാം. അടിക്കുന്നത് ഒരു ബുക്കിൽ തന്നെ 3 അടി 5000 ഒക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടിക്കറ്റ് ഏജൻസിക്കാർക്ക് അവർ DC അടിച്ചു കൊടുക്കും. അതായത് നമ്മൾ വിവരാവകാശം വെച്ച് അന്വേഷിച്ചാലും ഈ ടിക്കറ്റ് എവിടെ പോയി, വിറ്റ് പോയോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇത് ഇന്ന കമ്പനിക്ക് വിട്ടു. അപ്പോൾ ചുമ്മാ അവർക്ക് DC കിട്ടും.
ഇവർക്ക് പ്രൈസും കിട്ടും, ജനങ്ങൾ വിഡ്ഢികളുമാവും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രസ്ഥാനം നശിപ്പിച്ച് കളയുക, അതായത് പൊന്മുട്ടയുടെ നാളെ കൊല്ലുക എന്ന് പറയുന്നത്. ജനങ്ങളെല്ലാം മടുത്തു എല്ലാ രീതിയിലും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് നേരെ എന്തെങ്കിലും നോക്കാൻ, ഇത് അറിയാവുന്നവരെ ഏൽപ്പിച്ച് നേരെ ചെയ്യാനാണെങ്കിൽ ചെയ്യാൻ പറ്റും. അതുപോലെ അതിനകത്ത് ഈ നറുക്കെടുപ്പിനോടത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ അവരെ 6 മാസം തന്നെ ഇരുത്താവുള്ളൂ. എന്നിട്ട് അവരെ മാറ്റിയിട്ട് അവർക്ക് അടുത്ത ജോലി ഉണ്ടല്ലോ, ജോലികൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അത് മാറ്റി കൊടുത്താൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കുറേ മാറും. എല്ലാ ലോട്ടറി സബ് ഏജൻസികളിൽ ഇത് നറുക്കെടുക്കുന്നവർക്ക് ഒന്നാമതല്ലാണ്ട് സബ് ഏജൻസി, അതും ഈ കുത്തകയുള്ള ഇപ്പം നിലവിൽ ശരിക്കും പറഞ്ഞാൽ 50 രൂപ സർക്കാർ ആക്കിയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ സാധാരണക്കാർക്ക് വികലാംഗർക്ക് ടിക്കറ്റ് കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്കിയത് ഇപ്പോഴെന്നിട്ട് കിട്ടുന്നുണ്ടോ? ഉണ്ടോ? ഇതെല്ലാം ഒരു ഭയങ്കര ട്രാക്ക് ഇതിനകത്തൊരു കണ്ണിയായിട്ട് ഇരിക്കുന്നത്. അതുപോലെ ഈ ടിക്കറ്റെല്ലാം കയറി പോകുന്നത് തമിഴ്നാടിനാണ് ഇവിടെ അടിക്കുന്നത് കൂടുതലും ടിക്കറ്റ് കയറി പോകുന്നത്. ഇതെല്ലാം ഈ വൻകിട ഏജൻസികളുടെ അവരുടെ കയ്യിലാണ്, അവരാണ് ഇതിനെ തീരുമാനിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ആർക്കും വികലാംഗരി എന്നിട്ട് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ് കൂട്ടിയത്, ടിക്കറ്റ് തയ്യാത്തതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു. പക്ഷേ അതൊന്നും പ്രബന്ധി വന്നിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ കോട്ടയത്ത് നമ്മുടെ ഇവിടെയുള്ള ഏജൻസി കോട്ടയത്തേ ഉള്ളൂ. കോട്ടയത്ത് ചെന്നാൽ ഇന്നത്തെ ടിക്കറ്റ് ചോദിച്ചാൽ ഉണ്ടോ? ഇല്ല, കിട്ടിയാലെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഏജൻസിക്കാരെല്ലാം ഞങ്ങൾക്ക് ഇത്ര ടിക്കറ്റ് വേണമെന്ന് വെച്ചാൽ നേരത്തെ എഴുതി കൊടുത്തേക്കുക. ആ ടിക്കറ്റ് അവിടെ ഓഫീസിൽ വരുന്നുള്ളൂ, അത് വെച്ചായിരുന്നല്ലോ. അപ്പോൾ അവിടെ അടിക്കുമ്പോൾ ടിക്കറ്റ് അവരുടെ തീരുന്നുണ്ട്. പിന്നെ ഇത്ര ടിക്കറ്റ് മിച്ചം വന്നെന്ന് പറഞ്ഞാൽ കാണിക്കുന്നു, അത് വരുന്നു. ബാക്കിയെല്ലാം സർക്കാരിന് നഷ്ടമില്ല, വേറെ ഏജൻസിക്കാർക്ക് നഷ്ടമില്ല. ഇത് നിലവിൽ ഞങ്ങളെപ്പോലുള്ള ചെറുകിട ബിസിനസ്സുകാർക്കും എടുക്കുന്ന പൊതുജനങ്ങൾക്കും അവർക്ക് മാത്രമാണ് കാശ് പോകുന്നത്, അവർക്കാണ് പോകുന്നത്. വില കൂട്ടിയത് കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ടോ? കച്ചവടത്തെ ബാധിച്ചായിരുന്നു. ഇപ്പം പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. പഴയതിലും നല്ല കച്ചവടം ഇപ്പം കിട്ടുന്നുണ്ട്. ഇപ്പോൾ വില കൂട്ടിയത് അനുകൂലമായെന്ന ചേട്ടൻ പറയുന്നത്? വില കൂട്ടിക്കഴിയുമ്പോൾ 1-2 മാസമുള്ളൊരു ഇതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പ്രൈസ് കിട്ടും. ഇപ്പം പ്രൈസ് കൂടുതലുണ്ട്, അത് കാരണം കച്ചവടം കൂടുതലായി വരുന്നുണ്ട്. ഒന്നാം പ്രൈസ് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ അതോ മൊത്തത്തിൽ കൂട്ടിയിട്ടുണ്ടോ? മൊത്തത്തിൽ കൂട്ടിയിട്ടുണ്ട്. 5000 നേരത്തെ 18 എണ്ണ ഉള്ളായിരുന്നു, ഇപ്പോൾ അത് 20 എണ്ണമാക്കി. ചെറിയ പ്രൈസ് ആണെങ്കിലും നല്ലപോലെ കൂടിയിട്ടുണ്ട്. ഇപ്പം കൗണ്ടറുകളിൽ നല്ലപോലെ പ്രൈസ് വീഴുന്നുണ്ട്. അപ്പോൾ കച്ചവടം നന്നായിട്ട് ഇപ്പോൾ കൂടുന്നുണ്ട്, മാറ്റിയത് നല്ലപോലെ കൂടുതലുണ്ട്. കച്ചവടം നല്ല മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ആർക്കാണ് ലാഭം? മേടിക്കുന്ന ഉപഭോക്താവിന് ലാഭമുണ്ടോ ഈ 40 എന്നുള്ള 50 രൂപ ആക്കിപ്പോൾ? നമുക്ക് ലാഭമുണ്ട്. പ്രൈസ് അടിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലാഭം കൂടുമല്ലോ. പ്രൈസിൻ്റെ അനുസരിച്ചുള്ള കമ്മീഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 12 എണ്ണം എടുക്കുന്നവരൊക്കെ ഇപ്പോഴും അത്രയും തന്നെ എടുക്കുന്നുണ്ടോ? എണ്ണം കുറച്ചോ? പ്രൈസ് കിട്ടുമ്പോൾ നല്ലപോലെ എടുക്കുന്ന ആൾക്കാർ നല്ലപോലെ എടുക്കുന്നുണ്ട്. അല്ലാതെ കുറച്ച് കുറഞ്ഞായിരുന്നു, അത് പക്ഷേ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് നിയമം വന്നപ്പോൾ ആദ്യം പ്രതിസന്ധിയിലായിരുന്നു, പിന്നീട് അത് ബാലൻസ് ആക്കി പോകുന്നുണ്ട്. ഇപ്പം നല്ല രീതിക്ക് പോകുന്നുണ്ട്. പഴയതിലും നല്ല രീതിക്ക് ഇപ്പം പോകുന്നുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് ഈ 50 രൂപ ആക്കിയതിന് ശേഷം ഭയങ്കര നഷ്ടത്തിലാണ്. ടിക്കറ്റിന് പഴയ 40 ആയിരുന്നപ്പോൾ ഇവിടെ 600 ടിക്കറ്റ് ഇടുമായിരുന്നു. ആ സ്ഥാനത്ത് ഇപ്പോൾ ഒരു 150 ടിക്കറ്റൊക്കെ ഇടുന്നത്. ആരും ടിക്കറ്റ് എടുക്കുന്നില്ല. 10-12 ടിക്കറ്റ് എടുക്കുന്ന ആൾ ഇന്നിപ്പോൾ എടുക്കുന്നത് 2 ടിക്കറ്റ് 3 ടിക്കറ്റാണ്. പിന്നെ ലാഭം എന്ന് പറഞ്ഞാൽ വലിയ ഹോൾസെയിൽ കടക്കാരല്ല, വലിയ ഹോൾസെയിൽ കടക്കാർ വലുത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ മീനാക്ഷി, പിന്നെ വേറെ 2-3 ഹോൾസെയിൽ കടക്കാരുണ്ട്. അവർക്ക് വലിയ മെച്ചമാണ്, കാരണം അവരുടെ കയ്യിൽ ടിക്കറ്റൊക്കെ പ്രൈസ് അടിക്കും. അപ്പോൾ സാധാരണക്കാരൻ ഞങ്ങളെപ്പോലുള്ള ഇതുപോലുള്ള കടക്കാർക്ക് ഭയങ്കര നഷ്ടങ്ങൾ തന്നെ. ഒരു മെച്ചം ഞങ്ങളെ സംബന്ധിച്ചില്ല. പ്രൈസ് അടിക്കാറുണ്ടോ? പ്രൈസും ഇല്ല. പ്രൈസിൽ ഇത് കണ്ടില്ലേ, പ്രൈസൊന്നും ഇല്ല, ഒരു പ്രൈസ് പോലും ഇല്ല. അപ്പോൾ ഇത് എൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ അദ്ദേഹം ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് കേൾക്കാതെ ഇതിൻ്റെ ലാഭങ്ങൾ നോക്കാതെ, ലാഭം നോക്കിക്കഴിഞ്ഞാൽ നഷ്ടമാണ്, ആ ലാഭം നോക്കാതെ ഇതുപോലുള്ള ഞങ്ങളെപ്പോലുള്ള ചെറുകിട കച്ചവടക്കാർ ജീവിക്കാനുള്ള കച്ചവടം നടത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. അതിന് ഈ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, പഴയ രീതിയിൽ തന്നെ 40 രൂപ ആക്കുക. 40 രൂപ ആക്കുക. ഈ വേറെ വിഷയം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം 50 രൂപ ടിക്കറ്റ് ആക്കി, അതിനുശേഷം 1 കോടി ഫസ്റ്റ് പ്രൈസ്, അതിനുശേഷം 75 ലക്ഷം ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി ഇപ്പോഴുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 75 ലക്ഷം, 1 കോടി, അത് കഴിഞ്ഞ് 35 ലക്ഷം, 5 ലക്ഷം. അപ്പോഴും ഗവൺമെൻറ്റാണ് എൻ്റെ മെച്ചം. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് കേൾക്കാതെ ധനകാര്യ വകുപ്പ് മന്ത്രി കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് പഠിച്ച് ഞങ്ങളെപ്പോലുള്ള ചെറുകിട കച്ചവടക്കാർക്ക് ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാനൊരു അവസരം ഉണ്ടാക്കുക. അത് മാത്രമല്ല ഈ ടിക്കറ്റ് എടുക്കുന്നവർക്ക് അവർക്കാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ അവരാണ് വന്ന് 5 ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കും മറ്റേത് 200 രൂപ 40 ആയിരുന്നപ്പം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ 250 രൂപ 5 ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു പ്രൈസും ഇല്ലതാനും, ഒരു പ്രൈസും ഒരു കോട്ടയം ജില്ല നോക്കിയാണ് പ്രൈസൊന്നും ഇല്ല. അപ്പോൾ അത്രയും സംവിധാനങ്ങൾ മാറ്റിക്കൊണ്ട് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രദ്ധിച്ചിട്ട്
ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് കേൾക്കാതെ സ്വന്തമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ചെറുകിട കച്ചവടക്കാർക്ക് ജീവിക്കാനുള്ള അവസരം ഈ ധനകാര്യ വകുപ്പ് മന്ത്രി സ്വീകരിക്കുക. നമുക്ക് എന്തെങ്കിലും പ്രതിഫലം ഉണ്ടോ? അടിച്ചില്ല നമ്മൾ സാധാ കൂലിപ്പണിക്കാരൻ 1300, 1200 ശമ്പളം, 1100 ശമ്പളമാണ്. അപ്പം നമ്മളിവിടെ തന്നെ മടിക്കും ടിക്കറ്റ് എടുക്കാൻ. 40 രൂപ എത്ര ലോട്ട് എടുക്കുമായിരുന്നു? 40 എടുക്കുമ്പോൾ ഞാൻ 3 എടുക്കും. ഇപ്പൊ 50 ആക്കിയപ്പോൾ 50 എടുക്കുമ്പോൾ ഞാൻ 1 എടുക്കുള്ളൂ. നഷ്ടമല്ലേ ഇപ്പൊ? നഷ്ടം. ഇത് മാറ്റണ്ട, ഈ സ്ഥിതി മാറ്റണ്ട. ഇത് മാറ്റണ സ്ഥിതി മാറ്റണ സർക്കാർ തീരുമാനിക്കണം ചേട്ടായി. നിങ്ങളെ പ്രതികരണം എടുത്തില്ല നമുക്ക് പ്രതികരണം ചേട്ടായി അത് സർക്കാർ തീരുമാനിക്കണം. നമ്മളെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളെല്ലാം കൂടി നമ്മളെ പോലത്തെ കൂലിപ്പണിക്കാർ വന്നിട്ട് ടിക്കറ്റ് എടുത്താലേ കച്ചവടം നടക്കുകയുള്ളൂ. നമുക്കിവിടെ ഇരുന്നിട്ട് നമ്മൾ രാവിലെ പണിക്ക് പോകുന്നത് 7-7:15 ആകുമ്പം. അപ്പോൾ എല്ലാം കൂടി നമ്മളൊരു ടിക്കറ്റിൻ്റെ ഒരു പ്രതിഫലം. നമ്മളൊരു ഭാഗ്യപരീക്ഷണം നടത്തുമ്പോൾ അതിന് എത്രയും റേറ്റ് കൂടുമ്പോൾ നമുക്ക് പിന്നെ അല്ല മടിയാണ് വരുന്നത്. ഇപ്പം മടിയാണ് വരുന്നത്. എന്നുവെച്ചാൽ നമുക്ക് 50 രൂപയ്ക്ക് വരുമ്പം അന്ന് നമുക്ക് ഓരോരോ പ്രതികൂലം ഉണ്ടായിരുന്നു. അതായത് 5 ലക്ഷം 10 ലക്ഷം നമുക്ക് പ്രതികൂലം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കിന്ന് അതില്ല. നമുക്കിതൊരു സമ്മാനം ഇപ്പോൾ കുറച്ചില്ലേ, ഒത്തിരി സമ്മാനം കുറച്ച്. സമ്മാനം കൂട്ടിയിട്ടുണ്ട്, അതൊരു പ്രതീക്ഷയല്ലേ ചേട്ടാ? അതിൽ കാര്യമില്ല ചേട്ടായി. നമുക്ക് 1 സമ്മാനം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഒരു 5000 2000 ഇപ്പോൾ വേണ്ട സിമ്പിളായിട്ട് തന്നെ എല്ലാം കുറച്ചിട്ട്, അതായത് 200 രൂപ എല്ലാം കുറച്ച്. ഇപ്പോൾ 200 ഉണ്ട്. അപ്പോൾ എല്ലാം ഇത് ശരിക്കും 5000-ന്റെ പ്രൈസ് എണ്ണം കൂട്ടണം എന്നാണ് പറയുന്നത്. ആ എണ്ണം കൂട്ടണം ഞാൻ പറയുന്നത്. 5000-ന് പ്രൈസ് കൂട്ടിയിട്ട് ഒരു പ്രയോജനമില്ല. 5000-ന്റെ പ്രൈസ് ഇതിനകത്ത് കൂട്ടിയെന്ന് പറഞ്ഞിട്ട് ആകെ 3 പ്രൈസ് കൂട്ടിയുള്ളൂ. പഴയതിനേക്കാളും 3 പ്രൈസ് കൂട്ടി. 2000-ന് 6 പ്രൈസ് കൂട്ടി. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. സാധാരണക്കാരൻ ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം എടുത്തതാ സമ്മാനങ്ങള്. ഈ സമ്മാനങ്ങൾ നമുക്ക് കിട്ടുന്ന ലഭിച്ചിട്ടല്ലേ നമ്മൾ എടുക്കുന്നത്. ഒന്നും അടിച്ചില്ല. നഷ്ടമല്ലേ മൊത്തത്തില്? അല്ല നഷ്ടം. ഇത് ഭാഗ്യ പരീക്ഷയല്ലേ. അല്ല 40 രൂപയായിരുന്നു, ഇപ്പൊ 50 രൂപയാക്കി. നമുക്ക് എങ്ങനെ മുതലാവും? ഇത് മുതലാവൂല. 10 സെറ്റൊക്കെ എടുക്കുന്നവർക്ക് 12 ഒന്നും നഷ്ടം. 12 ടിക്കറ്റ് എടുക്കുമ്പോൾ 60 രൂപ. മറ്റേ 12 ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കും 48 450 രൂപ കിട്ടും. ആ സ്ഥാനത്ത് വ്യത്യാസം വന്നില്ല. അത് പ്രൈസ് ഉണ്ടായിരുന്നു. ഇത് ആകെ ലാഭം എന്ന് പറയുന്നത് പിണറായി സർക്കാരിന് ലാഭോ? പിണറായി സർക്കാരിന് ഭയങ്കര ലാഭോ? സർക്കാർ മാറിക്കഴിഞ്ഞാൽ ശരിയാവുന്നതാണ്. അല്ല 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 സർക്കാരുമായിട്ടുള്ള കാര്യം ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി പുള്ളി ഒന്ന് ഉദ്യോഗസ്ഥന്മാരോടൊന്നും ആലോചിക്കാണ്ട് സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് സാധാരണക്കാരന് വേണ്ടി ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണം ചെയ്യും. അത് നടക്കുള്ളൂ. സർക്കാരുമായിട്ട് ഒരു കാര്യമില്ല, ഒരു മാറ്റം. ടെലിവിഷനാണ്. അപ്പം ചേട്ടൻ ഏഷ്യനെറ്റ് നല്ല ന്യൂസിന് മനോരമ മാറിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? ഇല്ലല്ലോ. അതുപോലെ സർക്കാരുമായിട്ടും കാര്യമില്ല. എന്താണ് അമ്മ? എല്ലാ സർക്കാരും ഒരുപോലെയാണെന്ന് പറയുന്നത്. 1 കിലോ അരി ഇപ്പം സുലേഖ 51 ആയിരുന്നു, അത് കഴിഞ്ഞ മാസം. ഇപ്പം 53 അപ്പം സർക്കാർ നല്ലതാണോ? 53 ഇപ്പം സുലേഖ അരി. 1 കിലോ വെളിച്ചെണ്ണ, 1 ലിറ്റർ വെളിച്ചെണ്ണ ഇന്ന് എത്ര? 500 മുകളിലായി. അതാ ഞാൻ പറയാം. രാഷ്ട്രീയത്തെ കുറ്റം നമ്മൾ പറയില്ല, രാഷ്ട്രീയത്തെ കുറ്റം പറയത്തില്ല. നമ്മളെ തലമുറ മാറുന്തോറും നമ്മൾ അതുപോലെ ചിന്തിക്കുക. ഇനി ഒരു ആക്ക് വോട്ട് കൊടുക്കല്ലേ, രാജഭരണം വരിക. ഇതിനകത്ത് ഞാൻ കണ്ടതാ രാജഭരണം വരിക. ഇപ്പൊ അച്ചുമാമ മരിച്ച്, അച്ചുമാമ ഇരുന്നപ്പോ നല്ലൊരു വ്യക്തിയായിരുന്നു. ഉമ്മൻചാണ്ടി സാറ് നല്ലൊരു വ്യക്തിയായിരുന്നു. ഇപ്പൊ ഇരിക്കുന്ന പിണറായി ഇല്ലേ, എന്താ വ്യക്തി? ഞാൻ മോദം എന്നെ നാളെ കൊന്നാലും കുഴപ്പമില്ല. അച്ചുമാമ നല്ല വ്യക്തിയായിരുന്നു, പിണറായി നല്ല വ്യക്തിയായിരുന്നു. ഇപ്പൊ ഇരിക്കുന്ന പിണറായി എന്തോ ആണ്, ഉമ്മൻചാണ്ടിയെ പോലെ. ഭരണവിരുദ്ധ വികാരമാണോ? ഭരണവിരുദ്ധ വികാരമാണോ? ഏറ്റവും നല്ല ഭരണോ? ഏറ്റവും നല്ല ഭരണോ? അല്ല, ഭരണം മോശമാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് ഭരണം മോശമോ? എൻ്റെ ഏറ്റവും ഭരണം ഏതെന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ അമ്മയും. ഞാൻ പണിഞ്ഞ എൻ്റെ പിള്ളേരും ഭാര്യയും തിന്നും. അല്ല എനിക്ക് ഒരു ദിവസം എത്ര രൂപയ്ക്ക് പണിയുന്നത്? ഞാൻ 1200. 1200 പണി. എത്ര രൂപയ്ക്ക് ലോട്ടറി അടിക്കും? ഞാൻ ലോട്ടറി 1 എടുക്കുള്ളൂ. 50 രൂപ. 50 രൂപ ഒരു ലോട്ടറി അടിക്കുള്ളൂ? നേരത്തെ ഡെയിലി എടുക്കും. ഇപ്പം 3 എടുത്ത് അടിക്കുമെന്ന് പറഞ്ഞാൽ എടുത്ത. 150 രൂപ അവിടെ തീർന്നു. ഒരു 200 രൂപയ്ക്ക് ഷെയർ വെക്കും? അല്ലല്ല, ഒരു 140 രൂപ കുപ്പി. 140 രൂപ കുപ്പി. 140. കള്ളാണ് കുടിക്കുന്നത്. അപ്പൊ തന്നെ 3 ലോട്ടറിക്ക് 150, 140, 290 രൂപ ബാക്കിയേ ഉള്ളൂ വീട്ടിലേക്ക്. 900 രൂപ മിച്ചം. ഇപ്പത്തെ വെളിച്ചെണ്ണയും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ചില മാറ്റി നമുക്ക്. അപ്പം ഞാൻ മാറ്റുന്ന, നിങ്ങളിപ്പോൾ ഒരു വാക്ക് ചോദിച്ചിട്ട് മറന്നു. ഞാൻ പറയട്ടാ, മാറ്റുന്ന ആര് ചിന്തിക്കണം? സർക്കാർ. ഞാൻ ചിന്തിച്ചാൽ പോരാ. എൻ്റെ വോട്ടിന് വേണ്ടി എൻ്റെ വീട്ടിൽ വരുമല്ലോ. എൻ്റെ വോട്ടിന് വേണ്ടി വീട്ടിൽ വരും. അതായത് ഇലക്ഷന് സമയത്തുള്ള സ്നേഹവും കാര്യങ്ങളും പരിഗണനയൊന്നും ജയിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇല്ല, അത് ഉറപ്പാ, സത്യം. എന്തെങ്കിലും ഉണ്ടാ
എനിക്ക് അതിനെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഒരു സ്നേഹം ആരുമില്ല. അവിടെ ബസ്സിൽ കയറി കഴിഞ്ഞാലേ നമ്മൾ കൈ കാണിക്കും. എന്താ കട്ടറ ഉണ്ടാ റോഡ് കട്ടറ. ഇവിടുന്ന് മുമ്പ് MLA ആരെന്നറിയാമോ? ആ ഇന്നലെ അമ്മയും കുഞ്ഞും എല്ലാം മരിച്ച്. എന്തെങ്കിലും ഉണ്ടോ നേട്ടങ്ങൾ? അമ്മയും കുഞ്ഞും ഇന്നലെ മരിച്ച്. അവർക്ക് നഷ്ടമായി. നമുക്കെന്താ നേട്ടമുണ്ടാ? ഒരു നേട്ടവും ഇല്ല. ഇത് മാക്സിമം എന്ന് പറയുമ്പോൾ വണ്ടികൾ ഓടിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കുക. ഇന്നലെ ഓടിച്ച കുഞ്ഞുങ്ങൾ 24 വയസ്സായ കുഞ്ഞുങ്ങളാണ്. അവർക്ക് ലൈസൻസ് കൊടുത്തെങ്കിലും വളർത്തുന്നത് നേരെ വളർത്തുക. അല്ല ഒരു മിനിറ്റ്, ഞാൻ ഒരു വക്ക അടിച്ചു കഴിഞ്ഞാൽ പറയും ഞാൻ മദ്യമാണെന്ന് പറയും. ലേഡീസ് ഒന്ന് വണ്ടി അടിച്ച് ഇന്നലെ 3 പേര് മരിച്ച്. എന്തെങ്കിലും അർത്ഥമുണ്ട് സാറേ? ഒരു അർത്ഥമില്ല. ഇപ്പം ഞാനാണെങ്കിൽ പറയും ആ മദ്യം ഒഴിച്ച് വണ്ടി ഓടിച്ച് മരിച്ച്. സാറേ ഈ ലോട്ടറിയുടെ ഇതിനാ വന്നത്. സാറേ ലോട്ടറിയിൽ നമുക്ക് ഒരു നേട്ടവും ഇല്ല. സമ്മാനം ഒത്തിരി കുറഞ്ഞ്. ഞാൻ 3 എടുത്ത് ഞാൻ ഇവരൊന്നും എടുക്കുള്ളൂ. ഇവിടുന്ന് 10,000 എനിക്ക് അടിച്ച്. പക്ഷെ എന്നാലും വീണ്ടും പറയാണ് പ്രൈസ് കളഞ്ഞ ആദ്യം 1 കോടി ഇപ്പോൾ പറഞ്ഞ് 1 കോടി കുറച്ച് പോകുന്നു. പിന്നെ ടാക്സ് അടയ്ക്കുന്നത് എന്തിനാണ്? ഈ 1 കോടി അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ടാക്സ് വേണം. പിണറായിക്ക് ടാക്സ് വേണം. എൻ്റെ മോഹൻ ചേട്ടാ ഒന്നുകൂടെ എടുത്തോ. പിണറായിക്ക് ടാക്സ് വേണം. മതിയാ? ന്യായം. എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായം. കാരണം വെച്ചാൽ ഏതൊരു ഇപ്പോൾ ഇന്ത്യ ഇവിടെ സോഷ്യലിസം ആക്കണമെന്ന് നടക്കുമോ? കേരളം സോഷ്യലിസം ആക്കണമെന്ന് ആരെക്കൊണ്ട് നടക്കുകയില്ല. അപ്പോൾ അതിനകത്ത് നയ സംവിധാനം നടക്കുള്ളൂ. അല്ലാതെ ഇവിടെ സോഷ്യലിസം നടപ്പാക്കാൻ വേണ്ടി ഏതൊരു ഗവൺമെന്റിനെ കൊണ്ട് നടക്കുകയില്ല. അതുപോലെ കർണാടക ഇപ്പോൾ ലോട്ടറി എടുക്കുന്നുണ്ട്. ഒരു ദിവസം 3 ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഒരു ദിവസം 1 കോടിയാ കർണാടക. നമ്മളെ കന്യാസ്ത്രീമാരെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തില്ലേ ആ സ്ഥലം? അവിടെ നടക്കുന്നുണ്ടാ? ഞാൻ ലോട്ടറി അവിടെ ഉണ്ട്. കറക്കണ്ടുണ്ട്. കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. കൂടുതൽ ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നത് ഇപ്പം 4-5 ടിക്കറ്റിലേക്കായിട്ട് ഒതുങ്ങിപ്പോയി. എത്രയായിരുന്നു നേരത്തെ? 40 രൂപ ഉണ്ടായിരുന്നു. എത്ര എടുക്കുമായിരുന്നു ടിക്കറ്റ്? 40 എടുക്കുമ്പോൾ ഞാനൊരു സെറ്റൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പം എണ്ണം കുറച്ച് 4 ടിക്കറ്റ് 5 ടിക്കറ്റ് എന്നുള്ളതാണ്. അതോ കിട്ടുവാണെങ്കിൽ തന്നെ ഒരു 100 രൂപ കുറഞ്ഞൊന്നും അത് കൂടുതലൊന്നും കിട്ടാറില്ല. പ്രൈസ് കൂട്ടി എവിടെ പ്രൈസ് എവിടെ കൂട്ടി? പറച്ചിലുള്ളത് ഇവിടെയും കിട്ടാറില്ല. സമ്മാനത്തിന് തൂക്ക് കൂട്ടിയില്ലേ? അതുകൊണ്ട് തന്നെയായിരുന്നു ഇവിടെ സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്ന ഒരു 5000 രൂപ. 5000 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. 5000 രൂപയുടെ ഇത് ശരിക്കും പ്രൈസ് പഴയ പോലെ ആക്കിയിട്ട് ആക്കിയാലും കുഴപ്പമില്ല. 5000 കൂട്ടണം. പ്രൈസ് എണ്ണം കൂട്ടണം. അതുകൊണ്ട് കാര്യം ജനത്തിന് കാര്യമുള്ള ആൾക്കാർ ടിക്കറ്റ് എടുക്കുമല്ലോ. എന്നാലും സർക്കാരിന് ശരിക്കും ലാഭമുള്ളൂ. അല്ലെങ്കിൽ സർക്കാരിന് മൊത്തത്തിൽ ലാഭമായി ടിക്കറ്റ്. എണ്ണം കുറയുമ്പോൾ നഷ്ടമില്ലേ ഇത്? അതന്നെ. ഇപ്പം നമുക്ക് ഒരു പ്രതീക്ഷ വെച്ചിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് ഈ പ്രൈസ് ഒന്നും കിട്ടാതെ വരുമ്പോൾ പിന്നെ ആൾക്കാർക്ക് മടുക്കും. അപ്പോൾ 10 ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നവൻ 2 ടിക്കറ്റിലോട്ട് കുറഞ്ഞു പോകും. സാധാരണക്കാരൻ കൂലിപ്പണിക്ക് പോയി ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന ഒരാൾക്ക് ഭയങ്കര നഷ്ടക്കളിയാണ്. കാരണം നമുക്ക് നേരത്തെ 1 ടിക്കറ്റിനോട് കൂടുതൽ എടുക്കായിരുന്നു. 5 ടിക്കറ്റ് എടുക്കുന്നതിനെ സംബന്ധിച്ചാണെങ്കിൽ 1 ടിക്കറ്റ് കൂടെ അവൻ കൂടുതൽ എടുക്കും. അപ്പോൾ 10 രൂപ വെച്ചുണ്ടല്ലോ പിന്നെ ഉണ്ടല്ലോ. ഇതിപ്പോൾ എല്ലാം കണക്കായി. സർക്കാരിനോട് പറഞ്ഞാലും കാര്യമില്ല. നടപടി ഇല്ലത്. അതാണ് ഇതിവിടെ ലോട്ടറിക്കാർ സമരം ചെയ്യുന്നു, വിൽപ്പനക്കാർ സമരം ചെയ്യുന്നു, നടപ്പ് വിൽപ്പനക്കാർ സമരം ചെയ്യുന്നു. വലിയ പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. പ്രൈസ് ഇല്ല. പുള്ളിയുടെ കാര്യങ്ങളൊക്കെ വെച്ചാട്ടെ പുള്ളി നിരന്തരം ആൾക്കാരുടെ വർത്തമാനം കേട്ടോണ്ടിരിക്കുന്നതാണ്. പുള്ളിയോടൊന്ന് ചോദിച്ചു നോക്കി. ചോടച്ച വായിച്ചു. ഞങ്ങൾക്ക് ഇപ്പം 40 ആയിരുന്നപ്പോഴത്തേൻ്റെ പണിക്കൂലി 10,000 രൂപ മേളിൽ വരുമായിരുന്നു. പണിയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത്രയും പണിയുന്നില്ല. ഇപ്പോൾ പണി 900 രൂപ അടുത്തേ വരുന്നുള്ളൂ. അപ്പോൾ വിൽപ്പന ആളുകളുടെ എണ്ണം കുറഞ്ഞ ആളുകൾ ഇറക്കുന്നില്ല. ആൾക്കാർ ചിലർ ചീത്ത പറയുന്നുണ്ട്. പക്ഷെ പ്രൈസ് കൂടിയില്ലേ? പ്രൈസ് കൂടിയെന്ന് പറയാനുണ്ട്. പ്രൈസ് കൂടിയില്ല, പ്രൈസ് കുറച്ചു. 8,000 ആയിരുന്നു ഫസ്റ്റ് പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ 8,000 ആയിരുന്നു പ്രോത്സാഹന സമ്മാനം. ഇപ്പോൾ അത് 5,000 ആക്കി. അതുപോലെ തന്നെ എല്ലാത്തിലും പ്രൈസ് കുറവാണ്. എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ. പിന്നെ ഞങ്ങളിങ്ങനെ ഇത് വിറ്റ് ജീവിച്ച് പോകുന്നു. പക്ഷെ ഒന്നാം പ്രൈസ് കൂട്ടിയില്ലേ? ഫസ്റ്റ് പ്രൈസ് കൂട്ടിയിട്ട് 30ഉം 5 ലക്ഷവും ഒക്കെ കൂട്ടിയിട്ടുള്ളൂ. 1 കോടി കൂട്ടി. അപ്പോൾ ഇത് കച്ചവടത്തെ നന്നായിട്ട് ബാധിച്ചു. 100% കച്ചവടം ഞങ്ങൾക്ക് മടുപ്പാണ്. പിന്നെ വേറെ പണിക്ക് പോകാനുള്ള പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഇതും കൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുക. ഞാൻ 17 വർഷമായി ലോട്ടറിയും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഭയങ്കര പ്രതിസന്ധിയാണ്. പ്രതിസന്ധി എന്ന് വെച്ചാൽ വളരെ പ്രതിസന്ധിയാണ്. പിന്നെ ഇച്ചിരി കൂടെ മാറിയില്ല വണ്ടി പറയും. പ്രതിസന്ധി എന്ന് വെച്ചാൽ 100% പ്രതിസന്ധിയാണ്. പിന്നെ ഈ ഞങ്ങളുടെ സഹതാപം കൊണ്ട് കുറച്ച് ചേട്ടന്മാരൊക്കെ എടുക്കുന്നു. സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉണ്ട്. അതല്ലാതെയും ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് കണ്ട് അവരങ്ങ് എടുക്കുക.
അല്ലാതെ ഞങ്ങൾ ഇത് സർക്കാർ പ്രൈസ് അടിക്കുമെന്നുള്ള ഉദ്ദേശത്തിലല്ല അവരെടുക്കുന്നത്. അപ്പോൾ സർക്കാരിന് എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് പ്രൈസിൻ്റെ എണ്ണം കൂട്ടണോ? ഇത് ഞങ്ങൾ 100 പ്രാവശ്യം പറഞ്ഞതാണ്, എന്നിട്ട് ഇതൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ വിറ്റാൽ മതി. സർക്കാർ ഞങ്ങളെ നിർബന്ധിക്കുന്നില്ല. വേണമെങ്കിൽ എടുത്ത് വിൽക്കി, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പണിക്ക് പോകും. ഇതിലിപ്പോൾ ആർക്കാണ് ലാഭം? അതായത് വിൽക്കുന്ന സർക്കാരിന് ലാഭമുണ്ട്, ഞങ്ങൾക്ക് വിൽക്കുന്നതിൻ്റെ നക്കാപ്പിച്ച പണിക്കൂലി കിട്ടും. അത്ര അപ്പോൾ ഈ ഇടനിലക്കാർക്കാണോ ശമ്പളം കിട്ടുന്നത്? അതായത് ഏജന്റുമാർക്കാണോ കൂടുതൽ പൈസ കിട്ടുന്നത്? ഏജന്റുമാർക്കെന്ന് പറയാൻ പറ്റത്തില്ല, അവർക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ ഹോൾസെയിൽ കടക്കാർ ഇത്രയും ടിക്കറ്റ് മേടിച്ച് വിൽക്കത്തില്ലല്ലോ. അപ്പോൾ ഈ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ലാഭമുണ്ടോ? അവർക്ക് എന്തുവാ ലാഭം? അവർക്ക് 500-1000 കിട്ടിയാൽ കിട്ടി. അപ്പോൾ സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുന്ന, അതായത് നഷ്ടം അവർ പിന്നെ ഞാൻ പറഞ്ഞില്ലയോ, ഞങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസം കണ്ട് ഞങ്ങൾ കാണുമ്പം എന്നും കാണുന്ന ആളാണല്ലോ എന്ന് വെച്ച് ചിലപ്പോൾ 2 ടിക്കറ്റ് അങ്ങ് എടുക്കും. ഒരു ദിവസം പണിക്ക് പോകുന്ന ആൾക്ക് ദിവസം പണിക്കൂലി കൊണ്ട് ജീവിതം കഴിഞ്ഞ് പോകുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടല്ലേ? അതായത് 100% അല്ലയോ ലോട്ടറി എടുക്കുന്ന ആളുകൾക്ക്. പിന്നല്ലയോ. അപ്പോൾ മൊത്തത്തിൽ പ്രതിസന്ധിയിലാണ്. മൊത്തം പ്രതിസന്ധിയാ. ഇനി ചേട്ടനോട് വല്ലതും പറയാനുണ്ട്? ചേട്ടൻ്റെ അഭിപ്രായം കൂടെ എന്താ ചേട്ടാ? ഈ ലോട്ടറി ചേട്ടൻ പറഞ്ഞാലും സത്യമാണ്. ഞാൻ ആ ചേട്ടൻ്റെ അത്ര പഴക്കവും തഴക്കമൊന്നും ഇല്ല. എന്നാലും ഞാൻ ഇറങ്ങിയ പിന്നെ ആ 40 ആയിരുന്നപ്പോഴത്തേന് നല്ല ഒരു കുഴപ്പമില്ലായിരുന്നു. നമുക്കൊരു ഉച്ചയ്ക്ക് മുമ്പ് തന്നെ സംഗതി വിറ്റ് തീരുകയും ചെയ്യുമായിരുന്നു. നമുക്ക് വീട്ടിലെന്തെങ്കിലും പരിപാടി ഉണ്ടായി ചെയ്യുകയൊക്കെ ചെയ്യും. ഇപ്പം പറ്റില്ല. ഇപ്പോൾ ഒരു 3 മണി കഴിഞ്ഞ് വരെ ലോട്ടറി ആൾക്കാർക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അന്നേരം ഫസ്റ്റ് പ്രൈസ് വരും. നമ്മൾ ലോട്ടറി തീരുമ്പോഴത്തേന് ചിലപ്പോൾ ഫസ്റ്റ് പ്രൈസ് വരുമ്പോഴത്തേന് വരും. നമ്മൾ ലോട്ടറി നമ്മളെ ഈ പിറ്റേ ദിവസം എടുക്കണ്ടേ? ഇത് തീർന്നാലല്ലേ നമുക്ക് പിറ്റേ ദിവസം എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ 50 രൂപ 100 രൂപയൊക്കെ ചിലപ്പം കുറച്ച് കൊടുക്കും. ഈ ലോട്ടറി തീരട്ടല്ലോ എന്ന് ഓർത്തുണ്ട് കുറച്ച് കൊടുക്കും. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും. ചിലപ്പോൾ പണിക്കൂലി നമുക്ക് മുതൽ കിട്ടുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ കുറച്ച് വരാൻ കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് പണിക്കൂലി നമുക്ക് പിറ്റേ ദിവസം എടുക്കണമല്ലോ. അതുകൊണ്ട് അങ്ങനെ വരെ ഞങ്ങൾ ചെയ്ത് ഇത് മുമ്പോട്ട് കൊണ്ടുപോവുക. അല്ല എന്നാ ചെയ്യാൻ പറ്റും? ഇത് കൊണ്ടുപോകണ്ട. അതുകൊണ്ട് നാളെ എടുക്കണമല്ലോ എന്ന്. തട്ടിപ്പണിക്കൊന്നും പോകാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. ഞങ്ങൾക്ക് അതുപോലെ ഞങ്ങൾക്ക് എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. അത് പൊതുജനങ്ങൾക്ക് അറിയാവോ? സർക്കാരിന് അറിയാവോ? ഈ പ്രതിസന്ധി മാറ്റാൻ വേണ്ടി ലോട്ടറിയുടെ വില പിന്നെ കുറയ്ക്കണം എന്നാണ് പറയുന്നത്. അത് ഇനി കുറയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ ലോട്ടറിയുടെ റേറ്റ് കൂട്ടിയോ? മറ്റേ 40 ടിക്കറ്റ് മൊത്തം 50 ആക്കി. പിന്നെ വില കൂടുന്നത് ബമ്പറിന് മാത്രമേ വലിയ വിലയുള്ളൂ. ഈ 40, 30 ഞാൻ വിറ്റ് 20 രൂപ ടിക്കറ്റ് തൊട്ട് 20, 30, 40, 50 ആയി. ഉടനെ തന്നെ 100ലേക്ക് എത്തുമായിരിക്കും പയ്യെ? പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇനി അടുത്ത ഭരണം കയറുമ്പോൾ ചിലപ്പോൾ 60 ആക്കുക. 5000 ഒരു 25,000 ആക്കുമായിരുന്നെങ്കിൽ ആൾക്കാർക്ക് ഒരു സന്തോഷമുണ്ട്. നമ്മൾ ഈ 1 കോടി കുറച്ചുകൊണ്ട് 5000 കൂട്ടുക. 5000 എല്ലാവരും മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പ്രൈസ് ഒരാൾക്ക് മേലെ കിട്ടത്തുള്ളൂ. ഒരാളെ കിട്ടുള്ളൂ. 5000 കൂട്ടുക. ഫസ്റ്റ് പ്രൈസ് ഇച്ചിരി കുറച്ചാലും ജനങ്ങൾ ഇത്ര ഇത് വരികയില്ല. ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. അത് തന്നെയല്ല ഈ 5000 ഒരു 25,000 ഒക്കെ ആക്കുവാണ്. അതുപോലെ തന്നെ 1000, 2000 ഒക്കെ കൂട്ടുവാണെങ്കിൽ ഇത് നല്ല മുമ്പോട്ട് തന്നെ പോകും. ഇത് റേറ്റ് കൂട്ടിയ ശേഷം ലോട്ടറി അടിച്ചിട്ടുണ്ടോ? റേറ്റ് കൂട്ടിയ ശേഷം 5000 മിനിറ്റുണ്ട്. ഇപ്പം എത്ര 6 മാസം കൊണ്ടായില്ലേ? 6 മാസം കൊണ്ട് പ്രൈസ് കൂട്ടിയിട്ട് 6 മാസമായില്ല. 3 മാസം കഴിഞ്ഞ് 4ാമത്തെ മാസം അല്ല 50 ആക്കിയിട്ട് 4ാമത്തെ മാസം 4ാമത്തെ മാസം പൈസ കൂട്ടി കഴിഞ്ഞിട്ട് അടിച്ചിട്ടുണ്ടോ? എനിക്ക് 5000 ഇതുവരെ അടിച്ചിട്ടില്ല. 1000, 500, 100, 200. പിന്നെ ഒരെളുപ്പമുണ്ട്. ഇപ്പോൾ പണിക്കാർക്കത് വിൽക്കണ്ട, ചുമ്മാ ഇവിടെ ഇരുന്ന് ഇരുന്നാൽ മതി. എന്നിട്ട് വൈകിട്ട് മുതലാളിക്ക് കൊണ്ട് കൊടുക്കാന്നുള്ളൊരു ഒരു മനുഷ്യൻ മേടിക്കുന്നില്ല. വരുമാനമില്ല. പ്രൈസ് ഉണ്ടെങ്കിൽ ഇത് ആരെങ്കിലും എടുക്കുള്ളൂ. ഇത് പ്രൈസും ഇല്ല, ഒന്നുമില്ല. 40 രൂപ ആയിരുന്നപ്പോൾ ഇവിടെ 10,480 ടിക്കറ്റ് വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പം 300 കൊണ്ട് നിട്ടാൽ 100 തിരിച്ചു കൊടുക്കണം. എവിടെ കൊടുക്കും? മുതലാളിക്ക് പോകും. പിന്നെ എടുക്കുന്നിടത്തല്ലേ തിരിച്ചെടുക്കുകയല്ലോ. സർക്കാരിന് ലാഭം. അല്ലാതെ സാധാരണക്കാരുടെ ആപ്പീസ് കൂട്ടുക. എടുക്കാൻ എണ്ണം കുറച്ചു. നേരത്തെയൊക്കെ 10-12 എടുത്തിട്ട് ഇപ്പോൾ ഒരെണ്ണം അല്ല 2 അതും പ്രൈസ് ഇല്ല. പിറ്റേ ദിവസം വന്ന് വലിച്ചെറിഞ്ഞിട്ട് മോത്തക്കിറങ്ങിച്ച് പോവുകയാണ്. നോക്കുന്നില്ല. മോന്ത കയറി കൂടെ കിട്ടും. ഇപ്പോൾ പിന്നെ 50 രൂപ ആക്കി വെച്ചാൽ പ്രൈസും ഇല്ല, ഒന്നുമില്ല. പറയണ്ട കാര്യം. പിന്നെ ഇതെല്ലാം തന്നെ തിന്നു പോയിക്കോളും. എവിടെ